എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. അരുൺദേവ് ഒരു ദിവസം കടയിൽ വന്നപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഉത്സവം കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും 2 വർഷം കൂടുമ്പോൾ അമ്പലത്തിലോ പുത്തപ്പുകാവിലോ അങ്ങനെയൊക്കെ കൂടുപോകുന്ന പരിപാടി ഉണ്ട്. ഈ പ്രാവശ്യം ചെയ്യേണ്ട ഒരു ചർച്ചയ്ക്കിടയിൽ നമുക്ക് എല്ലാവരും കൂട്ടിക്കൊണ്ട് ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നുണ്ടാവും. ഞാനത് ആദ്യം സാറാമയെ തള്ളി. ആൾക്കാരെല്ലാവരും വരും, എല്ലാവരെയും അറിയില്ല. എന്തായാലും അങ്ങനെ ഞങ്ങളെ കുഞ്ഞാവേനെ എന്നെ കണ്ട് സംസാരിച്ചപ്പോൾ ചെറിയ സംശയിക്കൊണ്ടിരുന്നു. എന്തായാലും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം, ആരൊക്കെയാണ് പങ്കെടുക്കും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞങ്ങളവിടെ ഒരു ലിസ്റ്റ് ഇട്ടു. കൂടെ അവിടെ ഒരു ലിസ്റ്റ് ഇട്ടപ്പോൾ ഒരു 100ഓളം ആളുകളെ ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് പേര് കിട്ടിയത്. അതുപ്രകാരം ഞങ്ങൾ ഗ്രൂപ്പ് തുടങ്ങി. ഗ്രൂപ്പിൽ എല്ലാവരും ചേർത്ത് ചില ആൾക്കാരെ വേണ്ടുന്ന ചോദ്യത്തിന് മറുപടി വരും, ചില ആൾക്കാരൊന്നും കൊണ്ടുപോയില്ല. അതെനിക്കുള്ള കുത്താണല്ലോ. അങ്ങനെ ഞാൻ പ്രകാശിനെ ആദ്യം വിളിച്ചപ്പോൾ പ്രകാശ് പറഞ്ഞു, മോളൊരു പരീക്ഷ ഉണ്ട്, ഞാൻ എന്തായാലും നോക്കാം. അങ്ങനെ ലാസ്റ്റ് അവസാന നിമിഷത്തിൽ പ്രകാശ് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും വിളിച്ചു. അങ്ങനെ ഓരോ ദിവസവും ഓരോ കൂടുമ്പോൾ നമ്മൾ 2, 4, 6, 8, 10 എന്നുള്ള എണ്ണം കൂടി വരുമ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു. ആദ്യം ആളില്ലാത്തപ്പോൾ അരുവ് പറഞ്ഞു 10 ആള് ചേർന്നപ്പോൾ അരുവ് പറഞ്ഞു കുഴപ്പമില്ല വിഷയമില്ല, നമുക്ക് പരിപാടി നടത്താം. നമ്മളെ അരുവിൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട്, 10 ആളാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് പരിപാടി നടത്താൻ പറഞ്ഞു. അങ്ങനെ ഈ ഓരോരുത്തരെയും പിടിച്ചു. അപ്പോൾ ചില ആൾക്കാർക്ക് സുഖമില്ലാത്ത ആൾക്കാരുണ്ട്. നമ്മളെ സുഖമില്ലാന്ന് വെക്കാണ് അതുകൊണ്ടാണ് അവിടുന്ന് ആൾക്കാർ വരാനുള്ളത്. പൊതുവിൽ ഷൈജയ്ക്കാണെങ്കിൽ കണ്ണിന് ചെറിയ ഓപ്പറേഷൻ്റെ ഇതായിട്ട് നിൽക്കുകയാണ്. ശൈലേശ്വരന് അവിടുന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയിക്കൊണ്ടാണ് വരുന്നത്. ഇവരൊക്കെ അടുത്തൊരു പ്രാവശ്യം എല്ലാവരും ഉണ്ടാകുന്നുള്ളൊരു വാക്ക് തന്നിട്ടുണ്ട്, അടുത്തൊരു പരിപാടി നടത്തണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ പഴയ കാലത്ത് ഓർക്കുകയാണെങ്കിൽ പ്രകാശം ഞാൻ ചെറുതാകുമ്പോൾ കൊടുക്കുന്നത് അതിനുവേണ്ടി പറഞ്ഞു ഭക്ഷണത്തിനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടില്ല. വെടിക്കെട്ട് അടിപൊളിയായിരുന്നു. വെടിക്കെട്ടിൻ്റെ ആശയം കൊണ്ടുപോകുന്നത് അരുൺ തന്നെയാണ്. എന്നോട് എന്തായാലും പറഞ്ഞു നമ്മൾ പരിപാടി നടത്തണം, വെടിക്കെട്ടൊക്കെ വേണം. വെടിക്കെട്ടാണ് നമ്മളിവിടെ പിന്നെ അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ ഇവിടുന്ന് ആരോ അലുവ വാങ്ങി പോകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അലുവ കിട്ടിയില്ല. ഞാനും പ്രകാശം പറഞ്ഞു വലുതാകുമ്പോൾ നമുക്ക് അലുവമായി പോകുന്നുണ്ടാകും. ഞങ്ങളത് ഏതൊക്കെ തരം അലുവ ഉണ്ടാവും അതൊക്കെ ഞങ്ങളുമായിരുന്നു. അങ്ങനെ ഒരു പ്രവീണും പണ്ട് കാര്യങ്ങളൊക്കെ പ്രവീണും അന്യൊക്കെ പണിക്ക് പോകുമ്പോൾ പ്രവീണും പ്രകാശനൊക്കെ ഭക്ഷണമൊക്കെ വെച്ചു. പ്രകാശം
ആരും കാണാതെ എനിക്ക് അതിന് കുറച്ച് പഴയകാലങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ സ്വപ്നം കാണാണ് ഉപയോഗിച്ചു. അടുത്തൊരു പരിപാടി നമുക്ക് തന്നെ റെഡിയാക്കണം. അടുത്ത സംസാരിക്കാൻ വേണ്ടിയിട്ട് അളിയനെ ക്ഷണിക്കാൻ അവിടെ നിങ്ങോട്ടേക്ക് ഇത് കെട്ടുനിൽക്കുന്നത്. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ നമുക്ക് ഇവിടെ വന്ന് നമ്മളവിടെ നോക്കുന്നു. ഞാൻ എന്നോട് ബർത്ത്ഡേച്ചൊക്കെ പാടാൻ പറ്റുന്നത് പാട്ട് മൈക്കിലൊന്നും പാടിയിട്ടുള്ള ശീലമില്ല. ഞാൻ 8ാം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ലളിതഗാനോത്സവത്തിൽ വന്നു. അപ്പോൾ ഒരു 7 മിനിറ്റ് പാട്ട് ഒരു ചേച്ചിയെ പഠിപ്പിച്ചത്. അപ്പോൾ ജഡ്ജസ് 5 മിനിറ്റിൽ കൂടുതൽ പാടുന്നില്ല. അങ്ങനെ ഭയങ്കര സംസാരമൊക്കെ കയറി ആ പാട്ട് ഞാൻ 3 മിനിറ്റ് കൊണ്ട് പാടിയെന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഗുണമൊക്കെ പോയി. നമ്മളിങ്ങനെ നിന്ന് നോക്കുമ്പോൾ വേദിയിലിരിക്കുന്ന ആരും കാണുന്നില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ ഇപ്പോൾ പ്രദീപ് പ്രകാശ് അളിയനൊക്കെ സംസാരിക്കുമ്പോൾ ഇമോഷണലായി അവർക്ക് ആ സംസാരത്തിൽ ജീവനെല്ലാം ഉണ്ട്. ഓരോരുത്തർ ഇവിടെ എങ്ങനെയാണ് കളിച്ചു വളർന്നത് എന്നുള്ളതൊക്കെ അവരുടെ പട്ടിണി അന്നത്തെ കഷ്ടപ്പാടും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാൻ വാക്കുകൾ വരില്ല. ഇത് സംഘടിപ്പിച്ചതിപ്പോൾ കുഞ്ഞാവ, അളിയൻ, പിന്നെ അരുൺ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം വെച്ചാൽ ഈ പരിപാടി ഇനിയും നടത്തണം. ഇതുപോലെ തന്നെ ഒരു മെയ് മാസം തന്നെ പിന്നെ മാത്രമൊരു അഭിപ്രായം പറയാണ്. നമുക്ക് ആക്ച്വലി റിസോർട്ടിൽ താമസിക്കാറൊന്നും സാധിക്കില്ല. ഇപ്പോൾ അടുത്ത അത്യാവശ്യം ആക്ച്വലിയായിട്ട് ഒരു റിസോർട്ടിൽ ഘടിപ്പിക്കാൻ സാമ്പത്തികം കുറച്ച് കൂടുതലെങ്കിലും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ജീവിതത്തോട് പ്രതികരിച്ച ആൾക്കാരാണ്. അടുത്ത ഇവിടെ ആക്ച്വലി ആയിട്ടുള്ള റിസോർട്ടിൽ അറേഞ്ച് ചെയ്ത നമുക്ക് പലർക്കും ഒരു ആക്ച്വലി റിസോർട്ടിൽ ആസ്വദിക്കാനില്ല, സാമ്പത്തികമില്ല. ഒന്നിച്ചാകുമ്പോൾ ഇത് സാധിക്കുന്നതിൻ്റെ അഭിപ്രായം, എൻ്റെ മാത്രം അഭിപ്രായമാണ് സ്വീകരിക്കാൻ നല്ലത്. പിന്നെ അടുത്ത വർഷം കോർഡിനേറ്ററി സംഘാടകരി ഈ കുടുംബസദസ്സിൽ നിന്ന് നോമിനേറ്റ് ചെയ്യാൻ നന്നായിരിക്കും. ഇതെന്റെ അഭിപ്രായം. പിന്നെ ഇവിടെ കൂടിയ എല്ലാവർക്കും ഒന്നും കൂടി സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളിങ്ങനെ കുടുംബസംഗമം നടത്തിയാൽ മാത്രം പോരാ, സമയമില്ലാന്ന് പറയുന്നത് ഒരു ആൾവാക്കാണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സമയം കണ്ടെത്താം. സുഹൃത്ത് സന്ദർശനങ്ങൾ കുടുംബങ്ങളിലേക്ക് എല്ലാവരും നടത്തുക. എല്ലാവരെയും എൻ്റെ വീടായ കോഴിക്കോട് ചെലവൂരുള്ള മനസ്സയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരണം, വരുമ്പോൾ വിളിച്ചിട്ട് വരണം. എല്ലാവരും ജോലിക്കാരാണ്, അതുകൊണ്ട് വിളിച്ചിട്ട് വരണം. എല്ലാവരെയും ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഒരു വർഷത്തിനും അടുത്ത കുടുംബ സംഗമത്തിനുള്ളിൽ ഞാനൊരു വീട്ടിലൊക്കെ വന്നിരുന്നതാണ്. എൻ്റെ ഓർമ്മ കലാധാരന്റെ പഠനം ഞാൻ വരും. നമസ്കാരം. വിഷുവിന്റെ അന്നാണ് അരുൺ എന്നെ വിളിക്കുന്നത്. ഞാൻ തിരക്കിൽ നിൽക്കുന്ന സമയമായിരുന്നു. അവിടെ 3-4 വർഷത്തിന് ശേഷം എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടായിരുന്നു വിഷു അനുഭവിച്ചത്. ആ തിരക്കിൽ നിൽക്കുന്ന സമയത്ത് അരി വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞു സങ്കടം പറയാൻ പറ്റാത്ത
അപ്പൊ ആരും ഇങ്ങനെ പറഞ്ഞു എനിക്ക് നമുക്ക് ഭാവിച്ച് ഒരു കുടുംബസംഘം വെക്കാം. എനിക്ക് ഒന്നും ചിന്തിക്കേണ്ട വന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ അവനോട് പറഞ്ഞു, ഓക്കേടാ നമുക്ക് വേണ്ട പോലെ ചെയ്യാം, നീ എല്ലാ സഹകരണവും ഉണ്ടാവും, നീ ആലോചിച്ചോന്ന്. പിന്നെ തിരക്കായാലും എന്തുകൊണ്ടൊക്കെ എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ അഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്നും കാണും, എല്ലാ കാര്യം അറിഞ്ഞത്. പിന്നെ ഇവിടെയാണ് ഈ സ്ഥലം തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നി. നമ്മള് കുട്ടിക്കാലം ഓർക്കുമ്പോ അത്രയും സുഖകരമായ ജീവിതമല്ലായിരുന്നു എല്ലാവർക്കും അറിയാം. പക്ഷെ അതുകൊണ്ടാണ് ഒന്നും പറയാൻ പറ്റാത്ത. ഞാൻ കുറച്ച് നേരം വൈകിയാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ഞാൻ വേഗം മേലോട്ടൊക്കെ അമ്മ, വെച്ചാച്ചൻ, അങ്കിള്, വെല്ലുമിച്ചി എല്ലാരും ഈ ഒരു സൈഡിലാണ്. ഒരിക്കൽ കൂടി ഇവിടെ ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റിയാല് ഒരുപാട് സന്തോഷം. പക്ഷെ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് തന്നെ വരണം എന്നാണ് എനിക്ക് തോന്നിയത്. ആദ്യം ഞാൻ അരുണോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു, അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ എവിടെയെങ്കിലും ആക്കാം. പക്ഷെ എന്തോ ഇവിടെ വന്നപ്പോ ഈ ഒരു മാവും നമ്മുടെ അടുക്കള ശരീരത്തില് അവിടുന്ന് ഒരു ഓട്ടോ ഇങ്ങോട്ട് അരിന്റെ അടുത്തേക്ക് പിന്നെ ഒക്കെ പോട്ടെ. ഇങ്ങനൊരു പരിപാടി ഇത്രയും നല്ലോണം നടക്കണം മുന്നിട്ട് നിന്ന് അരുണും കുഞ്ഞാപ്പിയും രജീഷിനും ഒക്കെ എല്ലാവരും ഉണ്ടെങ്കിലും ഓരാണ് ഇത്രയും നല്ലോണം എല്ലാവർക്കും അല്ലെ ഇത്രയും നല്ലോണം മുന്നിട്ട് നടത്തിയത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് അരുണാണ് ഈ ഒരു എന്താ പറയാ, അവനെങ്ങോട്ട് മുതിർന്ന ആൾക്കാരുണ്ടെങ്കിലും അവനാണ് എല്ലാ പരിപാടിയിലും, ഞാൻ എപ്പം നോക്കിയിട്ടെങ്കിലും അവനാണ് എല്ലാ പരിപാടിയും മുന്നിട്ട് നിന്നിട്ട് ചെയ്യുന്നതും എങ്ങനെ ചെയ്യാന്നും ഒക്കെ അവനറിയാം. അതിന് അവന്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു. എന്റെ അച്ഛൻ എവിടെയും വിടൂലായിരുന്നു. പക്ഷെ സാധാരണുള്ളപ്പോഴാണ് ഒരു സിനിമയ്ക്ക് പോവാണെങ്കിലും ഒരു ഉത്സവത്തിന് പോവാണെങ്കിലും ഒക്കെ ഞങ്ങൾ പോയിട്ടുള്ളത് അവന്റെ അച്ഛന്റെ കൂടെയാണ്. ഇപ്പോഴും അതേ ഒരു ഫീലാണ് അവനെനിക്ക് കാണുമ്പോ. ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി. പിന്നെ എല്ലാവർക്കും ഇത് സംഘടിപ്പിച്ച ഈ കുടുംബസംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ച രജീഷ്, പിന്നെ അരുൺദേവ്, കുട്ടൻ, കുഞ്ഞാവ, ഇവരൊക്കെ ഇതിന്റെ മെയിൻ ആൾക്കാർ ശരിക്കും സംഘടിപ്പിച്ചത്. അങ്ങനെ സംഘടിപ്പിച്ച് നല്ല രീതിയിൽ കറണ്ടൊക്കെ പോയെങ്കിലും നല്ല രീതിയിൽ ഇത് പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കഴിഞ്ഞു. പല അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സമയം വരെ ഒരു ഒത്തൊരുമയോട് കൊടുക്കുന്നത് ഒരിക്കൽ എന്താ പറയുക, നന്ദിയില്ല, എന്തോ ഒരു സ്പെഷ്യൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഞാൻ കാണുന്നത് ഒരു മരണം ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ടായാലോ അല്ലെങ്കിൽ അങ്ങനെ വിശേഷ ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മാത്രമേ എല്ലാവരെയൊക്കെ കാണാൻ കഴിയുള്ളൂ. പിന്നെ അത് ഇവിടെ ഇതുപോലെ ഒരു സംഭവം ഒക്കെ സംഘടിപ്പിച്ചിട്ട് എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി എല്ലാ വർഷവും ഇത് കൊണ്ട് നടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വളർന്നു വരുന്ന പിള്ളേർക്കൊരു നല്ല ഒരു ഭാവിക്ക്, അവരുടെ ഭാവിക്ക് നമ്മളൊക്കെ എന്താ പറയാ, കണ്ടാൽ അറിയാത്ത ആളുകളാകുമ്പോ ചിലപ്പോൾ ഒരു കല്യാണം നിശ്ചയിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരും.
അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നത് നമ്മളെ കുടുംബമാണ് എന്റെ ഇന്ന ആളാണെന്നുള്ളത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അറിയിച്ചു കൊടുക്കുന്നത് നല്ലൊരു കാര്യം. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും പിന്നെ എന്റെ അഭിനന്ദനങ്ങൾ. ഒരാളെ വിളിച്ചോ? പിന്നെ എന്റെ മകന്റെ ഭാര്യ പ്രദീപിന്റെ ഭാര്യ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച രതീഷേട്ടനും പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു. കാരണം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും മെച്ചപ്പെടാൻ സാധിച്ചതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അവിടെ ഇന്നത്തെ എന്തൊക്കെയോ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ കറക്റ്റാൻ തുടങ്ങി പറയാൻ പറ്റുന്നില്ല. പിന്നെ അടുത്ത തവണ പ്രോഗ്രാം വയ്ക്കുമ്പോൾ ഒന്നുകൂടി നന്നായി പ്രോഗ്രാം നടത്തുക. അതുപോലെ തന്നെ പറ്റിയ നമുക്കൊരു ടൂർ പ്ലാൻ ചെയ്യാം. ഒരുപാട് പേരുണ്ടല്ലോ, ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടാവും. നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഈ പ്രോഗ്രാം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലക്കിടിന്ന് അറിയുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ. ഞാൻ പോകുമ്പോൾ ലക്കിടി എന്നുള്ള ആ ഒരു പേര് മാത്രമേ എനിക്കറിയുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു കാടും അല്ലെങ്കിൽ ചുരത്തിന്റെ മുകളിൽ നിന്നുള്ള ആ ഒരു ധാരണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്ര ജനങ്ങൾ ഇവിടെ ഉണ്ട് ആ ഒരു ധാരണ എനിക്ക് വന്നത്. പിന്നെ എല്ലാവർക്കും നന്ദി. ഇതിന്റെ പുറകെ പ്രവർത്തിച്ച രതീഷേട്ടൻ, അരുൺ, കുഞ്ഞാവ, പിന്നെ കുട്ടേട്ടൻ, എല്ലാവർക്കും നന്ദിയുണ്ട്. നമുക്കിതിനെ കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്താം അല്ലേ? ഒരടിച്ചുള്ളിയൊക്കെ അതുപോലെ തന്നെ എന്ത് സംഭവം നമ്മൾ നടത്താണെങ്കിൽ തെറ്റുകുറ്റങ്ങൾ എന്തായാലും എത്ര വലിയ പരിപാടിയാണെങ്കിൽ അതൊക്കെ തരണം ചെയ്ത് അതിൽ നമ്മൾ വിജയം കെട്ടുന്നു. അതല്ലേ ശരി. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു എക്സാം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം പരാശരനെ അവർ കുറേ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പരാശരനെ എടുത്തിട്ട് പറയും നമുക്ക് എക്സാം ഉണ്ട്, ഡേറ്റ് കിട്ടിയിട്ടില്ല, അപ്പൊ നമുക്ക് പറ്റുമോ എന്നുള്ളത് അവരോട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് വരാൻ പറ്റി. എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ നമ്മളെ മക്കളാണെങ്കിലും ചിലപ്പോൾ കണ്ടറിയില്ല. നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മളെ മക്കളെ കണ്ടറിയില്ല, പുറത്തുനിന്ന് കണ്ടറിയില്ല. ഇപ്പൊ എന്റെ മോളെ ആണെങ്കിലും ഇപ്പൊ താഴ്ത്ത് കണ്ടാലും ചില കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഇപ്പൊ എല്ലാവരും മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ട കുട്ടികളെ നമ്മൾ പുറത്തുനിന്ന് വെച്ചാൽ അത് ഒരു കുട്ടിയല്ലേ, നമുക്കപ്പോ ഒന്നും മിണ്ടാനൊക്കെ തോന്നും. അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതിന് സഹകരിച്ച എല്ലാവർക്കും. ഇനി ഇതിൽ നമുക്ക് കുറേ പേര് വരാനുണ്ട്. അപ്പൊ അവരും കൂടി ഇതിൽ അടുത്ത പ്രാവശ്യം പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ലൊരു പരിപാടി വെക്കണം. അടുത്തതായി ഞാൻ നീതുവിനെ ക്ഷണിക്കും. ഇത് വന്ന അരുണിനും രതീഷേട്ടനും ശ്രദ്ധിക്കും. അവർ നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ട്. രാത്രി വന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ചേട്ടനോട് പറയായിരുന്നു നമുക്ക് എവിടെയെങ്കിലും ഒരു റിസോർട്ട് പോവുക, ഒരു ദിവസം നിൽക്കുക, ഫുഡൊന്നും ഉണ്ടാക്കണമല്ല, പോയി കഴിച്ച് വരിക. അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും നടത്തി തന്ന എല്ലാവർക്കും നന്ദി. അടുത്തായിട്ട് ഞാൻ ധന്യാനെ വിളിക്കാൻ. എനിക്കങ്ങനെ മൈക്കിൽ പറഞ്ഞ ശീലമൊന്നുമില്ല. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച രതീഷ് കുമാറിനും എല്ലാവരോടും നന്ദി പറഞ്ഞുണ്ട്. കുഞ്ഞാവ, കുട്ടേട്ടൻ പോയില്ലാന്ന് തോന്നുന്നു. പരിപാടിയൊക്കെ നല്ല പരിപാടിയായിരുന്നു. പക്ഷെ ഇന്ത്യക്ക് പറഞ്ഞാൽ നമുക്കൊരു വൺ ഡേ ട്രിപ്പെങ്കിലും പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി എല്ലാവർക്കും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പാവാ. പരിപാടിയൊക്കെ നന്നായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ എല്ലാ സംഘാടകർക്കും ഞാൻ നന്ദി പറയുന്നു. അടുത്ത വർഷം ഇതുപോലത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം ഈ പരിപാടി അമ്മേനെ വിളിച്ച് വന്നപ്പോൾ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറെ ആൾക്കാരെ അറിയില്ല. പിന്നെ ഇൻട്രോവേർട്ടായിരുന്നു, ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ ഇന്ന് കുറെ പേര് സംസാരിച്ച് കേട്ടപ്പോൾ
എല്ലാവർക്കും ഇതൊരു ഇമോഷനാണെന്ന് മനസ്സിലായി. അപ്പോൾ അടുത്ത വർഷം ഇതിനെക്കാട്ടി ഗംഭീരമായിട്ട് പരിപാടി നടക്കട്ടെ. നടത്തിയവർക്കൊക്കെ താങ്ക് യു. ഇനി നടത്താനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നല്ലൊരു പരിപാടി എല്ലാവരും കാണാൻ പറ്റി. എന്താ പറയാ, എല്ലാ മാമൻ ഇനിയും ഇത് പരിപാടി വെക്കണം. കുറച്ച് ആൾക്കാർ വേണം. കുറെ ആൾക്കാർ കണ്ടിട്ടില്ല. ലച്ചിന് വിളിച്ചു. എനിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ ഇനിയും കുറെ പരിപാടികൾ കാണാം. കുറച്ച് ദൂര സ്ഥലങ്ങളിലായിട്ട് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തും. അടുത്തത് ഉണ്ണിമോൾ. നല്ല പരിപാടിയായിരുന്നു. ഈ ഒരു ടൂറൊക്കെ ആയിട്ട് കുറച്ച് നല്ല ഇതില് ഇതാക്കാനൊക്കെ നല്ലത്. നന്ദി. അടുത്ത സീറ്റ്. എന്റെ പേര് ഷീദ്. ആദ്യം തന്നെ ഇങ്ങനൊരു പരിപാടി സംഘാടക സമിതിക്ക് നന്ദി പറയുന്നു. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ടൂറൊക്കെ നടക്കട്ടെ എന്നാണ്. നന്ദി. എനിക്കൊന്നും അറിയില്ല, എന്നാലും ഈ പരിപാടി നല്ല പരിപാടിയായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ നല്ല രസമായിരുന്നു. 3 മണി വരെയൊക്കെ ഇരുന്നെങ്കിലും അത്രയും നേരം നല്ല രസത്തോടെയായിരുന്നു എല്ലാവരും ഇരുന്നത്. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, അവിടെ ഞാൻ പോവാണ്. ഇതൊരു നല്ല പരിപാടിയായിരുന്നു. കാണാം, എൻജോയ് ചെയ്യാൻ പറ്റി. അടുത്ത നന്ദുവിന് ക്ഷണിക്കുന്നു. പരിപാടിയിൽ കുറെ പേര് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടികൾ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വേണ്ട, കുറേയായിട്ട് പുറത്തൊന്നും ഇറങ്ങാറില്ല. ഇന്നത്തെ പരിപാടിക്ക് വരാനും പറ്റിയിട്ടില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത പരിപാടിക്ക് നമുക്ക് നോക്കാം. എല്ലാവരും കാണാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല അടിപൊളിയാണ്. രാത്രിയൊക്കെ എൻജോയ് ചെയ്യാം. ഇനിയും ഇങ്ങനത്തെ ടൂർ വേണം. ഞാൻ ഉള്ളക്കാടുന്ന് വരുന്നതാണ്. എൻ്റെ അച്ഛൻ്റെ പേര് പ്രവീൺ, എൻ്റെ അമ്മേൻ്റെ പേര് അയന. എനിക്കൊരു അനിയത്തി ഉണ്ട്. അനിയത്തിൻ്റെ പേര് നൈനിക. പരിപാടി അടിപൊളി. ഇത്